ഏറ്റവും മനോഹരമായ ഒരു ദിനമാണ് കടന്നുപോയത്. ഇതുപോലൊരു ടൂർണമെന്റ് 100 പേര് പങ്കെടുത്തു എന്നുള്ളതൊരു വ്യത്യസ്തത ഉള്ള സീനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രവാസികൾക്കിടയിലെ പിരിമുറുക്കത്തിനിടയിൽ നമുക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമസ്കാരം. ഈ ഒരു ഷോട്ട് അടിച്ചപ്പം പഴയ കാലത്തേക്കൊന്ന് പോയി. 97-98 കാലങ്ങളിൽ കുവൈറ്റിലെ മൈതാനങ്ങളിൽ ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് ഞങ്ങളൊക്കെ നടമാടി ചെയ്യുന്നൊരു കാലമാണ്. ഇപ്പം ബോൾ വരുമ്പോൾ ഒരു ബോൾ 2-3 ആയിട്ട് കാണാനുള്ള കാഴ്ചയിലേക്ക് മാറി എന്ന് തോന്നണം. അതുകൊണ്ട് അത്ര കഥയില്ല. പക്ഷേ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ച ഈ ടൂർണമെൻറ്റ് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ടെലിവിഷൻ്റെയും സോഷ്യൽ മീഡിയയുടെയും മൊബൈലിൻ്റെയൊക്കെ പുറകെ പായുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസുകളിലൂടെയൊക്കെ പായുമ്പോൾ, ഇത്തരം ടൂർണമെൻറ്റുകളും ഇങ്ങനെ സംഘടിപ്പിക്കുന്ന കലാമത്സരങ്ങൾ പോലെ തന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസും ഒക്കെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും, പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ സംഘടിപ്പിക്കുന്ന ടൂർണമെൻറ്റുകളും മറ്റു പരിപാടികളും ഒക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ പിരിമുറുക്കമുള്ള ജീവിതമായി ജീവിക്കുന്ന പ്രവാസികൾക്ക് വലിയ വലിയ ഉപകാരങ്ങളാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ക്രിക്കറ്റ് വിശേഷങ്ങൾ നമുക്ക് ഒത്തിരി കാണാനുണ്ട്. ആ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കുന്നതോടൊപ്പം ഈ ആഴ്ചയിലെ ടൈംസ് ഓഫ് കുവൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അഞ്ചാമത് ലോക കേരള സഭ നാളെ മുതൽ കുവൈറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 11 പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കും. കേരള സർക്കാരിൻ്റെ 5ാമത് ലോക കേരള സഭ ഈ മാസം 29, 30, 31 തീയതികളിൽ തിരുവനന്തപുരം നിയമസഭാ മന്ദിരത്തിൽ നടക്കും. പ്രവാസികളുടെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ നേരിട്ടെത്തിക്കാനും സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പ്രവാസി സമൂഹത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് ലോക കേരള സഭ. സഭയിലേക്ക് കുവൈറ്റിൽ നിന്ന് 11 അംഗങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രവാസികൾക്ക് വിവിധ വിഷയങ്ങൾ സഭയിൽ അവതരിപ്പിക്കുകയും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്യാം. കഴിഞ്ഞ 4 ലോക കേരള സഭകളിലൂടെ നോർക്ക കെയർ, റിക്രൂട്ട്മെൻറ്റ് നയങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രവാസി സൗഹൃദ പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ സാധിച്ചുവെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. കുവൈറ്റിലെ പ്രവാസി സംഘടനകളായ കലാ കുവൈറ്റ്, കേരള അസോസിയേഷൻ കുവൈറ്റ്, വനിതാവേദി കുവൈറ്റ്, പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം, NCPORC സെൽ, മലയാളം മിഷൻ, ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ തുടങ്ങിയവയുടെ പ്രതിനിധികൾ സഭയിലുണ്ട്. കേരള അസോസിയേഷൻ കുവൈറ്റ് പ്രതിനിധികളായ മണിക്കുട്ടൻ ഇടക്കാട്ട്, വിനോദ് വലുപ്പറമ്പിൽ, മലയാളം മിഷൻ കുവൈറ്റ് ചാപ്റ്റർ സെക്രട്ടറി K. സജി, കലാ കുവൈറ്റ് ജനറൽ സെക്രട്ടറി TV. ഹിക്മത്ത്, കലാ കുവൈറ്റ് മുൻ ഭാരവാഹിയും സാമൂഹ്യ പ്രവർത്തകനുമായ CK. നൌഷാദ്, വനിതാവേദി കുവൈറ്റ് ജനറൽ സെക്രട്ടറി കവിത അനൂപ്, പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം കുവൈറ്റ് ജനറൽ സെക്രട്ടറി ഷാജി മഠത്തിൽ, ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ കുവൈറ്റ് സെക്രട്ടറി KP. സുരേഷ്, മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ മുസ്തഫ ഹംസ, നാഷണൽ ലീഗ് സംസ്ഥാന സെക്രട്ടറി സത്താർ കുന്നിൽ, NCPORC സെൽ ദേശീയ അധ്യക്ഷനും ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ബാബു ഫ്രാൻസിസ് എന്നിവരെയാണ് കുവൈറ്റിൽ നിന്നുള്ള അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ ഇന്ത്യൻ എംബസി അങ്കണത്തിൽ 100 രാജ്യസ്നേഹികളുടെ സാന്നിധ്യത്തിൽ ആഘോഷിച്ചു. രാവിലെ 8:30 എംബസി അങ്കണത്തിൽ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി അംബാസഡർ പരിമിത ത്രിപാഠി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് ദേശീയ പതാക ഉയർത്തി രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം അംബാസഡർ വായിച്ചു. റിപ്പബ്ലിക് ദിനം ഐക്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും സന്ദേശമാണെന്നും പ്രവാസി ഇന്ത്യക്കാരുടെ ക്ഷേമവും സുരക്ഷയും എംബസിയുടെ മുൻഗണനയിലാണെന്നും അംബാസഡർ പറഞ്ഞു. കുവൈറ്റിലെ എല്ലാ ഇന്ത്യക്കാർക്കും സ്വദേശികൾക്കും ആശംസ നേർന്ന അംബാസഡർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമായി മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ദേശീയ പതാകയുടെ നിറങ്ങൾ അണിഞ്ഞും ചെറു കൊടികൾ കൈലേന്തിയുമാണ് 100 ഇന്ത്യക്കാർ ചടങ്ങിൽ പങ്കെടുത്തത്.
കുവൈറ്റിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെയും വിവിധ സംഘടനകളുടെയും ദേശഭക്തി നിറഞ്ഞ സംഗീത നൃത്ത പരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ഇന്ത്യൻ അസോസിയേഷൻ പ്രതിനിധികൾ, വ്യവസായികൾ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, മറ്റ് പ്രൊഫഷണലുകൾ, ഗാർഹിക ജോലിക്കാർ തുടങ്ങി വിവിധ തുറകളിലുള്ളവർ കുവൈറ്റിലെ കടുത്ത തണുപ്പിനെ അവഗണിച്ച് ചടങ്ങിനെത്തി. Dear fellow citizens, India is the world's fastest growing major economy. Despite global uncertainties, India is recording continuous economic growth. We are moving towards achieving our goal of becoming the world's third largest economy in the near future. By investing in the creation of world-class infrastructure, we are building our economic strength at a much larger scale. കുവൈറ്റിലെ KKMA കേന്ദ്ര കമ്മിറ്റിക്ക് പുതിയ സാരഥികൾ. കേരള മുസ്ലിം അസോസിയേഷൻ KKMA സെൻട്രൽ കമ്മിറ്റി 2024-25 വർഷത്തിലെ ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടന്നു. KKMA വൈസ് ചെയർമാൻ ഇബ്രാഹിം കുന്നിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി BM ഇക്ബാൽ സ്വാഗതവും പ്രസിഡന്റ് K ബഷീർ അധ്യക്ഷതയും വഹിച്ച യോഗത്തിൽ പ്രവർത്തന റിപ്പോർട്ട് അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി സുൽഫിക്കർ MPയും സാമ്പത്തിക റിപ്പോർട്ട് പ്രസന്റേഷനിലൂടെ കേന്ദ്ര ട്രഷറർ മുനീർ കുനിയായും അവതരിപ്പിച്ചു. വർക്കിംഗ് പ്രസിഡന്റുമാരായ OP ഷറഫുദ്ദീൻ, KC റഫീഖ്, HA അബ്ദുൽ ഗഫൂർ, ഓർഗനൈസിംഗ് സെക്രട്ടറി നവാസ് ഖാദിരി, വൈസ് പ്രസിഡന്റുമാരായ നിസാം നാലകത്ത്, ജാഫർ PM എന്നിവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് സംസാരിച്ചു. അഷറഫ് KK ഖിറാഅത്ത് നിർവഹിച്ചു. പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ: K സിദ്ദിഖ് മുഖ്യ രക്ഷാധികാരി, അക്ബർ സിദ്ദിഖ് രക്ഷാധികാരി, ഇബ്രാഹിം കുന്നിൽ ചെയർമാൻ, K ബഷീർ വൈസ് ചെയർമാൻ, റഫീഖ് KC പ്രസിഡന്റ്, സുൽഫിക്കർ MP ജനറൽ സെക്രട്ടറി, മുനീർ കുനിയ ട്രഷറർ, BM ഇക്ബാൽ, HA അബ്ദുൽ ഗഫൂർ, PA ഷറഫുദ്ദീൻ, സംസം റഷീദ് വർക്കിംഗ് പ്രസിഡന്റുമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു. YCC കുവൈറ്റ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് ലക്ഷ്യ 2026 എന്ന പേരിൽ ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ശ്രീ ലിബിൻ മുഴക്കുന്ന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ YCC ഗ്ലോബൽ കമ്മിറ്റി മെമ്പർ ശ്രീ വർഗീസ് പുതുക്കുളങ്ങര ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി KPCC മെമ്പറും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മികച്ച പ്രഭാഷകനുമായ മുഖ്യാതിഥിയായി KPCC മെമ്പറും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മികച്ച പ്രഭാഷകനുമായ അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ് VP പങ്കെടുത്തു. സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പഴയപള്ളി സാന്തോം ഫെസ്റ്റ് 2025 എന്ന പേരിൽ കൊയ്ത്ത് ഉത്സവം സംഘടിപ്പിച്ചു. ജനുവരി 16 വെള്ളിയാഴ്ച ഡൽഹി പബ്ലിക് സ്കൂളിൽ നടന്ന പരിപാടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊല്ലം ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ ജോസഫ് മാർ ദിവാനിയോസിയോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി റവറൻ ഫാദർ എബ്രഹാം PJ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇന്ത്യൻ എംബസിയുടെ സെക്കൻഡ് സെക്രട്ടറി ഹരിത് കേതൻ ഷേലാറ്റ് മുഖ്യ സന്ദേശം നൽകി. മെറിറ്റോ ഇന്റർനാഷണൽ CEO ഗോപകുമാർ, അൽമുസൈനി എക്സ്ചേഞ്ച് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ബിപിൻ മാത്യു, നാഷണൽ ഇവാഞ്ചലിക്കൽ സെക്രട്ടറി റോയ് K യോഹന്നാൻ, കുവൈറ്റ് എക്യുമെനിക്കൽ ചർച്ച് ഫെലോഷിപ്പ് പ്രസിഡന്റ് ഫാദർ ബിനു എബ്രഹാം, സെന്റ് ബേസിൽ ഇടവക വികാരി ഫാദർ അജു K വർഗീസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ഇടവക ട്രസ്റ്റി റെജി P ജോൺ സ്വാഗതവും ജനറൽ കൺവീനറും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ പോൾ വർഗീസ് നന്ദിയും രേഖപ്പെടുത്തി. ഫാദർ ഡോക്ടർ ബിജു പാറക്കൽ, ഫാദർ മാത്യു തോമസ്, ഫാദർ ജെഫിൻ വർഗീസ്, ഫാദർ ജോമോൻ ചെറിയാൻ, ഫാദർ അരുൺ ജോൺ, ഇടവക സെക്രട്ടറി ബാബു കോശി, സാന്തോം ഫെസ്റ്റ് കോ കൺവീനർ പ്രിൻസ് തോമസ്, സോവനിയർ കൺവീനർ ജോൺ B തോമസ്, ഭദ്രാസന കൗൺസിൽ അംഗം ദീപക് അലക്സ് പണിക്കർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലിബിൻസ് കൊറിയ, ശ്യാംലാൽ, ശ്വേത അശോക്, ഫൈസൽ, ആരോമൽ എന്നിവർ അവതരിപ്പിച്ച സംഗീത സായാഹ്നം, DK ഡാൻസ് വേൾഡിന്റെ നൃത്താവതരണം, ആധ്യാത്മിക സംഘടനകളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ ചടങ്ങിൽ അരങ്ങേറി. നമസ്കാരം. കുവൈറ്റിലെ ശൈത്യം നന്നായിട്ട് വന്നിരിക്കുന്ന സമയമാണ്. തണുപ്പിൻ്റെ ആ തീക്ഷ്ണതയൊന്നും ഒരു വിഷയം അല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കുറേ പേര് ക്രിക്കറ്റ് ടൂർണമെൻറ്റുമായിട്ട് ഇന്ന് കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. SMYM കുവൈറ്റിലെ ഒരു SMCയുടെ ഒരു സംഘടനയുടെ ഒരു ഭാഗമാണ്. അതിൻ്റെ ഭാരവാഹികളാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പിരിമുറുക്കമുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ തണുപ്പെന്ന് തന്നെ വെച്ചോളൂ, അതിനെയൊക്കെ അതിജീവിക്കാൻ ജോലി തിരക്കിനിടയിൽ ഇത്തരം ടൂർണമെൻറ്റുകൾ തികച്ചും ആശ്വാസം നൽകുന്നതാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ ഇത് നമുക്ക് വളരെ പ്രയോജനപ്പെടുന്നതാണ്, കാണുന്നവർക്കും കളിക്കുന്നവർക്കും ഒക്കെ തന്നെ. അപ്പോൾ നമുക്ക് ഈ SMYMൻ്റെ പ്രസിഡന്റിലേക്ക് ഇറക്കാം. പേരെന്താണ്? ജിഞ്ചു. ജിഞ്ചു, നല്ല തണുപ്പ് പിടിച്ചപ്പോൾ നല്ല ചൂടല്ലേ? നമുക്ക് നേരായിട്ട് പറയാനുള്ളതാണ്, നമ്മുടെ സഹോദരിമാരാണ് എല്ലാവരും തന്നെ. അപ്പം ഈ ഭാരവാഹികൾക്കോടൊപ്പം ഈ താങ്കളുടെ ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു ലേഡി പ്രസിഡന്റായിട്ട് വന്നപ്പം ഈ എല്ലാവരെയും ഇറക്കി ഇതുപോലെ തണുപ്പ് കാലത്തെ ചൂടാക്കാനുള്ള ഒരു പ്രവണത നല്ലതാണ്. എങ്ങനെയാണെന്ന്? സന്തോഷം. 9 ടീം മത്സരിക്കുക എന്ന് പറയുന്നത് 4 ഏരിയയിൽ നിന്നും
വ്യത്യസ്തമായ ജേഴ്സി ഒക്കെ അണിഞ്ഞൊരു പ്രവർത്തനത്തിലേക്ക് ഇവർ വരുമ്പോൾ ക്രിക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എല്ലാവരിലും കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഗ്രൗണ്ടിലും അവരുടെ ഒരു ബൗളിങ്ങും വിക്കറ്റിലൊക്കെ വരുന്നുണ്ട്. ഈ ഒരു തണുപ്പെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസങ്ങളായിട്ട് കടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലും ഇവർ വന്ന് കളിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഡെഫിനറ്റ്ലി. എന്തായാലും കളിയിലായതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സൗഹൃദപരമായുള്ള ഒരു നീക്കങ്ങളും മറ്റ് പൊളിറ്റിക്സ് ഒന്നും ഇല്ലാതെ പോകുന്നു അല്ലേ? വരുന്നതാണ് സനൽ, എവിടെയാ സ്വദേശം? എറണാകുളം. എറണാകുളം. എങ്ങനെ കാണുന്നു ഈ ഒത്തിരി സന്തോഷം. കാരണം നമ്മൾ എത്രമേമിൻ്റെ 10th ജൂബിലിയാണ്. അപ്പോൾ തന്നെ നെക്സ്റ്റ് ടൈം നമുക്കൊരു പുതിയൊരു ടൂർണമെൻറ്റ് ഇങ്ങനെ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ ഇത്രയും പ്ലെയേഴ്സും ഇത്രയും ടീംസും നമ്മുടെ ഫസ്റ്റ് ടൂർണമെൻറ്റിൽ തന്നെ നമുക്ക് ലഭിച്ചു. എല്ലാവരും നല്ലൊരു ആവശ്യത്തിലാണ് കളിക്കുന്നത്. എല്ലാവരും പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ്. എങ്കിൽ കൂടിയും ഒരു ഫ്രണ്ട്ലി മാച്ച് പോലെയല്ല, ആ വ്യക്തത യാതൊരു കുറവുമില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കളിക്കും. ഇനിയും അടുത്ത വർഷവും ഞങ്ങൾ ഇത് തന്നെ തുടർന്നു നടത്തും. കൂടുതൽ ടീംസ് വളരെ ആത്മവിശ്വാസത്തോടുകൂടിയുള്ള ഒരു സംഭാഷണമാണ് സനൽ പറഞ്ഞത്. വളരെ പക്വതപരമായ നല്ല ക്ലിയർ ടോക്ക്. ടൂർണമെൻറ്റുകൾക്ക് സാധ്യത ഇനിയും തങ്ങളിലൂടെ കാണുന്നു. എവിടെയാണ് സ്വദേശം? ബിൻസൺ ആലപ്പുഴ തകഴി. ആലപ്പുഴ ജെറി ജെബ്. ജെറിയും ബിൻസൺ എന്ത് പറയണോ? ഞങ്ങളുടെ ഈ പ്രതികൂല കാലാവസ്ഥയിൽ പോലും ഒരു 9 ടീം നമ്മുടെ ഗ്രൗണ്ടിലും മാറ്റിവെക്കാൻ ഇറങ്ങിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള കാരണം, ഞങ്ങൾ ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കൂടുതൽ യുവാക്കളെ ഇതിലേക്ക് ഇറക്കിക്കൊണ്ട് വരാനായിട്ട് സാധിച്ചു. അതാണ് ഞങ്ങളുടെ ഇതിൽ ഞങ്ങൾ ഏറ്റവും ആദ്യം ഇപ്പം കാണുന്ന ഒരു വിജയം കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു തീരുമാനമാണ്. കാരണം ഈ യുവാക്കളൊക്കെ ഇന്ന് മൊബൈലിൻ്റെയും ടെലിവിഷൻ്റെയും അതുപോലെ മറ്റുള്ള സോഷ്യൽ മീഡിയ വഴിയൊക്കെ കറങ്ങുന്ന സമയത്ത് അവരുടെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് വെളിയിലേക്ക് കൊണ്ടുവരാനും പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നല്ലൊരു സമ്പ്രദായമാണ്. ജെറി എന്ന് പറയണോ? വളരെ സന്തോഷം. കാരണം SMIMൻ്റെ 10th ജൂബിലിയിൽ ഇങ്ങനെ SMIMൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ്. അതിൽ ഇത്രയും പാർട്ടിസിപ്പേഷനൊക്കെ വന്നത് ഞങ്ങൾ അതിയായി സന്തോഷിച്ചു. തീർച്ചയായിട്ടും ഇവരുടെ കൂടെയുള്ള ഇതിൽ നയിക്കുന്ന കുറച്ച് പേരോട് ഉണ്ടല്ലേ? എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഷിവിൻ, ഷിൻഡോ, കെവിനൊക്കെയാണ് അങ്ങനെ ഒത്തിരി പിള്ളേർ അവരൊക്കെ കളിക്കളത്തിലാണ് അവരൊക്കെ നിറഞ്ഞാടുക. അതെ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ വിശേഷങ്ങൾ കൂടിയാണ് ഇവർ പങ്കുവെച്ചത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. സന്തോഷം. ഓരോ വലിയ ചുവടുവെപ്പിന് മുമ്പും കരുതലുണ്ടാവണം. അവർ വരും, നയിക്കും, വിജയിപ്പിക്കും. ഏറ്റവും മികച്ചവർ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും ഏറ്റവും മികച്ചതായിരിക്കും. അൽ മുസൈനി എക്സ്ചേഞ്ച്, ഓൾവേസ് നിയർ യു. Flavor made for the squad. Carrot tastes better together. Dubai Karak Makani, the place of real Karak. നമ്മുടെ ഈ ബാറ്റിൻ്റെ തലപ്പം കാണുമ്പോഴേ പഴയ ഓർമ്മയിലേക്ക് പോകും. ചുള്ളന്മാരിന്ന് തകർക്കാൻ പോവാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ആ പ്രവാസ ജീവിതത്തിനിടയിൽ, ജോലിത്തിരക്കിനിടയിൽ ഇങ്ങനെ കിട്ടുന്ന ടൂർണമെൻറ്റുകളും കളിക്കാനൊക്കെയുള്ള അവസരങ്ങളും ആരോഗ്യപരമായിട്ടും നല്ലതാണ്, മാനസികപരമായിട്ടും നല്ലതാണ് അല്ലേ? പേരെങ്ങനെയായിരുന്നു? ബൈജു എങ്ങനെയുണ്ട് ഇന്നത്തെ കളിയുടെ കാര്യങ്ങളൊക്കെ? അതെ, വളരെ ഭംഗിയായിട്ട് നമ്മൾ SMCയെ പല വർഷങ്ങളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതാണ് ഇങ്ങനൊരു ടൂർണമെൻറ്റ്, ക്രിക്കറ്റ് ടൂർണമെൻറ്റ്. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഫുട്ബോളൊക്കെ നടത്തുന്നുണ്ട്. ഈ വർഷം നമ്മുടെ SMYM എന്ന സംഘടന, നമുക്ക് SMCയുടെ ഒരു പോഷക സംഘടന, അവരിന്ന് ഈ ഒരു വർഷത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി വളരെ ഭംഗിയായിട്ട് നമ്മൾ ഏകദേശം 9 ടീമോളം മത്സരിക്കുകയാണ് ഇവിടെ. ശരിക്കും ഞങ്ങൾക്ക് എല്ലാവരും ത്രില്ലാണ്. ഇവിടെ വെള്ളിയാഴ്ചകളിൽ ഇപ്പോൾ ഇത്രയും തണുപ്പാണെങ്കിലും ഇവിടെ ഏകദേശം ഒരു 120ഓളം 150ഓളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു മത്സരം, 3 ഗ്രൗണ്ടുകളായിട്ടാണ് മത്സരം നടക്കുന്നത്. എന്തായാലും തികച്ചും ആവേശകരമായ ടൂർണമെൻറ്റുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലുപരി ഒരു സൗഹൃദ എന്ന് വേണം. പേരെന്താ? എൻ്റെ പേര് ഷിജോ. ഷിജോ എങ്ങനെയുണ്ട്? സ്വദേശം എവിടെയാ? സ്വദേശം കോട്ടയം കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിയാണ്. അപ്പോൾ നമ്മുടെ തൊട്ടയൽവാസിയാണ്. വീണ്ടും കാഞ്ഞിരപ്പള്ളി തന്നെ നമ്മൾ വന്ന് നിൽക്കും. അതാണ് ഈ പ്രശ്നം. അത് നമ്മൾ മനഃപൂർവ്വം വിളിച്ചത് കാഞ്ഞിരപ്പള്ളിക്കാരനെന്ന് വേണേൽ പറയരുത്. എങ്ങനെയുണ്ട് കളിയും കാര്യങ്ങളൊക്കെ? ഇന്ന് ഞങ്ങൾ അബാസിയ സോൺ 5 റെപ്രസെൻറ്റ്, സോൺ 5 സ്ട്രൈക്കേഴ്സ് എന്നാണ് നമ്മുടെ ടീമിൻ്റെ പേര്. അപ്പോൾ ഈ വർഷം നമ്മൾ തകർക്കും, ഇന്ന് കപ്പെടുക്കും. അതാണ് നമ്മൾ എങ്ങനെ ആയാലും നമ്മൾ തകർക്കും. അതാണ് അബ്ബാസിയ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, മലയാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങി പാർക്കുന്ന സ്ഥലം
എന്താ പേരെങ്ങനെയാണ്? ഇവരുടെയൊക്കെ കളി കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? തകർക്കും. പ്രായമൊന്നും വ്യത്യാസമില്ല. ജോജി, എവിടെയാ സ്വദേശം? സ്വദേശം കാഞ്ഞിരപ്പള്ളി ഇരുമേലി. എനിക്ക് വയ്യ. കാഞ്ഞിരപ്പള്ളി അല്ലല്ലോ? ഇല്ല, കണ്ണൂർ. ഭാഗ്യം. ഞാൻ തൃശ്ശൂർ. കാഞ്ഞിരപ്പള്ളി എങ്ങനെ ഉണ്ടായിരുന്നു? കാഞ്ഞിരപ്പള്ളി ഞങ്ങൾ കുഴപ്പമില്ല. ഞങ്ങൾ കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് നല്ല പ്രാക്ടീസിലാണ്. നല്ല ആത്മവിശ്വാസമുണ്ട് ചെയ്യുമെന്ന്. അപ്പം ഞങ്ങൾ പ്രായം ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഇന്ന് പിള്ളേരോട് മത്സരിച്ച് കപ്പടിച്ചു. നാട്ടിലെ കളിയൊക്കെ കഴിഞ്ഞ് കണ്ണൂരിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഇവിടെ വന്നിട്ട് കളി ഇറങ്ങി. അതാണ് നമ്മളിപ്പോൾ ഞാനിത് പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ നാട്ടുകാർ ഇത് കാണുമ്പോൾ അവനെ അവിടുന്ന് പറഞ്ഞു വിട്ട കളി വീണ്ടും ഇവിടെ വന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണോ, കളിപ്രായം മാറിയിട്ടില്ല. അതാണ് 50 കഴിഞ്ഞാലും 30 കഴിഞ്ഞാലും പ്രവാസ ലോകത്തിൽ കളിക്കും എന്നൊക്കെയാണ്. ഞാൻ പലപ്പോഴും പണ്ടത്തെ ഒരു കളിക്കാരൻ തന്നെയായിരുന്നു എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോൾ ഒന്ന് വന്നാൽ അത് രണ്ടായിട്ടൊക്കെ തോന്നും. സേവാഗ് അടിക്കുന്ന പോലെ അടിക്കേണ്ടി വരും. ദുബൈ കറക്കുമക്കാനി, ദി പ്ലേസ് ഓഫ് റിയൽ കറാക്ക്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആവേശകരമായ കളികൾക്ക് പിന്നിൽ സ്വാഭാവികമായിട്ടും ഒരു സംഘടനാ പ്രവർത്തനവും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. എന്നോടൊപ്പം മിസ്റ്റർ മനോജ് ആൻ്റണി ചേരുന്നു, SMCയുടെ പ്രസിഡൻ്റാണ്. ഏതായാലും ഈ തണുപ്പത്ത് ചെറുപ്പക്കാരെല്ലാം ഒന്ന് ചൂടാക്കാനുള്ള ഒരു നല്ല കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇത്രയും പേരെ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് പല കടമ്പാടുണ്ട്. എങ്ങനെ വിലയിരുത്താം? ഇതിൻ്റെ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സിറോ മലബാർ യൂത്ത് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ SMCയുടെ തന്നെ പോഷക സംഘടന അല്ലെങ്കിൽ ഒരു ഭാഗമായ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ടൂർണമെൻറ്റാണ്. SMIMനെ സംബന്ധിച്ചിടത്തോളം അവർ 10ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പോൾ അവർ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, കൂടുതൽ യുവജനങ്ങളിലേക്ക് ഇറങ്ങണം, കൂടുതൽ അംഗങ്ങളിലേക്ക് ഇറങ്ങണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച ടൂർണമെൻറ്റാണ്. നമ്മളുടെ മെമ്പേഴ്സ് തന്നെയാണ്. മെമ്പേഴ്സിന് 9 ടീമുണ്ട്. ഇതിൻ്റെ സംഘാടകത്തിൻ്റെ എല്ലാവിധ ക്രെഡിറ്റ്സും ഒക്കെ SMIMന് തന്നെയാണ് ഉള്ളത്. നമ്മളവരെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം അവർ നമ്മുടെ യുവജന വിഭാഗമാണ്. നമ്മളവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകി കൂടെ തന്നെയുണ്ട്. ആവശ്യകരമായ ടൂർണമെൻറ്റ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു നിമിഷങ്ങളാണ് അവർ ഈ തണുപ്പ് സമയത്ത് സമ്മാനം. ഇതാണ് ഈ കളിയുടെ ആവേശത്തിൽ നിൽക്കുകയാണ് അവരൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു കളി? എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഇപ്പം നമ്മൾ ആ ആവേശകരമായ കളിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഇതാ നോക്കൂ, ഒരു കളി കഴിഞ്ഞിട്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര അടിച്ചു? ബൗളിംഗ് ആയിരുന്നോ? ബോൾ ചെയ്തു 49 റൺസ്, 50 ജയിക്കാൻ 50 ടാർഗറ്റ്. 8 വിക്കറ്റ്. അപ്പം എന്താ പറയുക, പിന്നെ വളരെ ആവേശകരമായിരുന്നു കളി അല്ലേ? ഫ്രണ്ടിലാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് ഫീൽഡ് ചെയ്ത് ബോൾ ചെയ്തു. എത്ര വിക്കറ്റ്? അവർ 9 വിക്കറ്റ് പോയി. അവർ 49 റൺ എടുത്തു 6 ഓവറിൽ. അപ്പോൾ ഏകദേശം ആ ഒരു 5 പോയിന്റ് റേറ്റ് ഉണ്ട്. അപ്പോൾ അടിച്ചെടുക്കും, മറ്റൊരു ഇല്ല തോക്കുകയും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇതാണ് ആവേശം. തണുപ്പിനെ ചൂടാക്കിക്കൊണ്ട് ഇറക്കിയിരിക്കുന്ന ഏതാ ടീം? ഞങ്ങൾ റോയൽ ഫൈറ്റേഴ്സ്. അബ്ബാസിയുടെ സെക്കൻഡ് ടീമാണെന്ന് തോന്നുന്നു. നമ്മൾ ഫസ്റ്റ് ടീമിനാണ് മുമ്പേ എടുത്തതെന്ന് തോന്നുന്നു. എനിവേ അബ്ബാസിക്ക് 4 ടീമുണ്ട്. കാരണം നമ്മൾ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം കുവൈറ്റിലല്ല, വേൾഡിൽ നോക്കിയാൽ അത് അബ്ബാസി ആയിരിക്കും തന്നെ. നമ്മളിപ്പം ബൗളിംഗ് ടീമിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു 5.5 റേറ്റിംഗൊക്കെ ഒതുക്കിയിരിക്കുകയാണെന്നും അടിച്ചെടുക്കുമെന്നും പറഞ്ഞു. പക്ഷേ ബാറ്റ് ചെയ്ത കേമന്മാരാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ബാറ്റിംഗ്? നല്ല ബാറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ 6 ഓവറിൽ 49 റൺസ് അവർക്ക് ചേസിങ്, 50 റൺ ചേസിങ് കൊടുത്തിട്ടുണ്ട്. 50 റൺ ചേസിങ് കൊടുത്തിട്ടുണ്ട്. അവർ നമുക്ക് പിടിക്കാമെന്നുള്ള 6 ഓവറിൽ നമുക്ക് എറിഞ്ഞു പിടിക്കും. അതാണ് ഇത്. ഈ അബ്ബാസിയ പിന്നെ ഏ ടീമാണ് ഇത് ഫഹാൽ ടീമാണ്. നമ്മൾ അബ്ബാസിയിൽ നിന്ന് സാൽമിയ, ഫഹാഹിൽ, സിറ്റി ഫർവാനി അല്ലേ, അങ്ങനെ 4 സോണിൽ നിന്നുള്ള ഒരു വാശിയേറിയ മത്സരത്തിൻ്റെ ബാറ്റിംഗ് ടീമിൻ്റെ ആവേശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പേരെന്താണ്? അനീഷ്. തണുപ്പത്ത് നല്ല ചില്ലി ഊർജ്ജസ്വലരായിട്ട് എല്ലാവരും അടിച്ചു പൊളിക്കുക. കുറേ കളികൾ കണ്ടുവരിക. എങ്ങനെയായിരുന്നു ഇന്നത്തെ കളി? നല്ല സ്ട്രോങ് കളിയായിരുന്നു. 2 ടീമും നല്ല അടിപൊളിയായത്. ഞാൻ നാട്ടിൽ ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരി. അപ്പോൾ ഒരു ചങ്ങനാശ്ശേരിനെ കളി കിട്ടി. എങ്ങനെയുണ്ടായിരുന്നു കളിയൊക്കെ? പൊതുവെ നന്നായിട്ട് പോകുന്നല്ലേ? എവിടെയാണ് നാട്ടിൽ? കോട്ടയം, കുറവങ്ങാട്, തൃശ്ശൂർ, അങ്കമാലി. അപ്പോൾ ഓൾമോസ്റ്റ് ആയി. അപ്പം പൊതുവെ കളികൾ നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു പ്രതികരണം? എങ്ങനെയായിരുന്നു ഇന്നത്തെ നിങ്ങൾക്കൊത്തുള്ള കളികൾ അല്ലേ? ഇത്തരം കളികൾ നമ്മളെ കുറച്ച് പല രീതികളിൽ നിന്ന് മാറ്റി ഇതിലൊക്കെപ്പെടാവും അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിലെ പോലെ കൂടിച്ചേരലുകൾക്കൊക്കെ ഇങ്ങോട്ട് വരും കുറച്ച് പേര്. അപ്പം സ്വാഭാവികമായിട്ടും ഇന്നത്തെ കളി ആര് ജയിച്ചു? ബാറ്റിംഗ് പോലെ കഴിഞ്ഞോ? ഇല്ലല്ലോ, ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് വാശി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, തിളങ്ങാൻ പോകുന്നത്. ഫസ്റ്റ് കളിയിൽ ഫൈനൽ ജയിച്ചു. അപ്പോൾ രണ്ടാമത്തെ കളി നിങ്ങൾ അടിച്ചെടുക്കും. തീർച്ചയായിട്ടും. ഒരു കളിയുടെ ആവേശമാണ്. പ്രവാസ ലോകത്തെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പിരിമുറുക്കങ്ങളിൽ നിന്നൊക്കെ മോചനം നേടി ചെറുപ്പക്കാരെല്ലാം കൂടെ തണുപ്പായാലും ചൂടായാലും കളത്തിലിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിനിവേശം, അതാണ് ഇവിടെ കാണാൻ സാധിച്ചത്.
അപ്പം നമ്മൾ അബ്ബാസിയ, ഫഹാഹിൽ, സിറ്റി ഫർവാനിയൊക്കെ കടന്ന് എത്തി സാൽമിയ എന്ന് പറയുമ്പോൾ വേറൊരു ലെവലാണ് കേട്ടോ. 2 ടീമാണ്. അത് കണ്ടില്ലേ, ചുള്ളന്മാരെല്ലാം തണുപ്പിനെ ചൂടാക്കിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കളി ഓവറോൾ? സൂപ്പർ. ക്യാപ്റ്റൻ പേരെന്താണ്? എൻ്റെ പേര് സുനിൽ. സുനിൽ, എങ്ങനെ ഉണ്ടായിരുന്നു കളികളൊക്കെ? നന്നായിരുന്നു. കൂടി കളിയിൽ ഞങ്ങൾ ഫസ്റ്റ് കളിയിൽ ഞങ്ങൾ 6 ഓവറിൽ 43 എടുത്തു. ഞങ്ങൾ രണ്ടാമത്തെ കളി ഞങ്ങൾ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു. ഞങ്ങൾ റെഡിയാണ്. അതെ. ഇത് മറ്റവരാരും ഇല്ലല്ലോ. ഞങ്ങൾ ബാസ്റ്റർമാർ പോലും എല്ലാവരും ഓൾറൗണ്ടറാണ്. എല്ലാവരും ഓൾറൗണ്ടർമാരാണ്. അതാണ് സ്പെഷ്യലൈസ്ഡ് ടീമുകളാണ്. അപ്പോൾ ആർക്കും കളിക്കാന്നുള്ളതാണ്. എന്തായാലും ഇവരുടെ ആ ആവേശം നമുക്കിവിടെ കാണാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 to 12 ഡിഗ്രി സെൽഷ്യസ് തണുപ്പത്ത് നിന്നാണ് ഈ കളി. ഓരോ വലിയ ചുവടുവെപ്പിന് മുമ്പും കരുതലുണ്ടാവണം. അവർ വരും, നയിക്കും, വിജയിപ്പിക്കും. ഏറ്റവും മികച്ചവർ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും ഏറ്റവും മികച്ചതായിരിക്കും. Al Musaini Exchange, always near you. Flavor made for the squad. Carrot tastes better together. Dubai Karakumakani, the place of real Karak. For businesses, our corporate team is always ready to provide you with dedicated and tailor-made services. 135 plus branches, 80 plus years of experience. Al Musaini Exchange, Kuwait's #1 exchange company since 1942. അങ്ങനെ നമ്മൾ ക്രിക്കറ്റ് കളിയും വാർത്തകളും വിശേഷങ്ങളും ഒക്കെ കണ്ടു. അപ്പോൾ ഇതിൻ്റെ പര്യാപ്തിയിൽ ഈ കളിയൊക്കെ ആവേശകരമാക്കിയ മുമ്പേ സംഘടനയുടെ ഒരു നേതാവ് പറഞ്ഞ പോലെ മറ്റൊരു അതിൻ്റെ അനിഷേധ്യ നേതാവ് കൂടിയാണ്. മിസ്റ്റർ ബോബി, നമസ്കാരം. നമസ്കാരം. ഇന്ന് കാണാൻ കഴിഞ്ഞത് നമ്മുടെ ചെറുപ്പക്കാർക്ക് പല രീതിയിൽ പ്രയോജനപ്പെടുന്നതും ആത്മീയമായിട്ടും ആരോഗ്യകരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇത് അറേഞ്ച് ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു നീക്കവും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവണതകൾ ഇനിയും ഉണ്ടാവുമോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അംഗങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങൾക്കും സംഘടന കൂടെയുണ്ട്. ആധ്യാത്മികമായാലും സാമൂഹികമായാലും സോഷ്യലൈസ് ആയാലും എല്ലാ അവസരങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇത്ര യുവജനങ്ങൾ ഈ കാലാവസ്ഥയിൽ ഇവിടെ വന്ന് ഈ മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതുതന്നെയാണ് സംഘടനയുടെ ലക്ഷ്യവും. നമ്മുടെ അംഗങ്ങളുടെ ആവശ്യം അനുസരിച്ച് അവരെ കൂടെ നിർത്തുക. യുവജനങ്ങൾക്ക് എപ്പോഴും ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റികളാണ് ആവശ്യം. അവർക്ക് ഓടാനും ചാടാനും കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ SMIയുടെ നേതൃത്വത്തിൽ ഇത്ര മനോഹരമായ ഒരു ക്രിക്കറ്റ് മാച്ച് ഇവിടെ സംഘടിപ്പിച്ചത്. ഏകദേശം 9ഓളം ടീമുകൾ പല മേഖലയിൽ നിന്നായിട്ട് പങ്കെടുക്കുന്നു. അതിന് വൈകുന്നേരം വരെ ഉള്ള മത്സരങ്ങളാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ അംഗങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ ഉയർച്ചയ്ക്കും വേണ്ടിയാണ് സംഘടന സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, നമുക്ക് പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള പുതിയ തലമുറയ്ക്ക് മാതൃകയാകുന്നുള്ള ആക്ടിവിറ്റീസുകളിലൂടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് പുതിയ സ്പോർട്സ് ആണെങ്കിലും കലാപരിപാടികളാണെങ്കിലും സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചെറുപ്പക്കാർക്ക് നല്ല മാതൃകയാകും, അവർക്ക് വഴിത്തിരിവാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാ സംഘടനകളും ഇതുപോലെ ഒരുപാട് സംഘടനകൾ ഇവിടെ ചെയ്യുന്നുണ്ട് പ്രവാസ ലോകത്ത്, പ്രത്യേകിച്ച് കുവൈറ്റിൽ. അത് ഇനിയും കൂടട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇതിനോടൊപ്പം നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നു ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന സുനിൽ തൊടുകയ്ക്കൊപ്പം തൽക്കാലം വിടാം. ജയ് ഹിന്ദ്. Because the best. Choose the best. Al Musaini Exchange, always near you. Flavor made for the squad. Carrot tastes better together. Dubai Karakumakani.